welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനുഫാക്ചറിംഗ് പ്രോസസ് ക്വിക്ക്ബുക്സ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ പോസ്റ്റ് ചെയ്യുന്ന രീതിയെ കുറിച്ചാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെയിൽസ് ഓർഡർ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മാനുഫാക്ചറിംഗ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് റോ മെറ്റീരിയൽസിന്റെ പർച്ചേസ് ആണ്. അപ്പൊ നമ്മളിവിടെ കമ്പ്യൂട്ടർ എന്നുള്ള ഐറ്റം ആണ് മാനുഫാക്ചറിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്യണം, എന്നാൽ നമുക്ക് മാനുഫാക്ചറിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനതിൽ പർച്ചേസ് പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എൻഡർ ബിൽസ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. എൻഡർ ബിൽസ് ഓപ്പൺ ചെയ്തു. അതിൽ വെൻഡർ ഞാൻ ഓൾറെഡി ഇതിൽ വെൻഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വെൻഡർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡേറ്റ് അവിടെ വന്നിട്ടുണ്ട്. റെഫറൻസ് നമ്പർ, നമ്മുടെ ബിൽ നമ്പർ എത്രയാണോ അത് നമുക്കിവിടെ കൊടുക്കാം. ഇനി ഐറ്റംസ് ആണ് നമ്മളിവിടെ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. റോ മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഐറ്റംസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ റോ മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ റോ മെറ്റീരിയൽസ് ഒക്കെ ഓൾറെഡി ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഹാർഡ് ഡിസ്ക്, കീബോർഡ്, മോണിറ്റർ, മദർ ബോർഡ്, മൗസ്, പ്രോസസർ, ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്. അപ്പൊ ഓരോ റോ മെറ്റീരിയൽസ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകണം. അപ്പൊ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യാൻ നിന്നിട്ട് കഴിഞ്ഞാൽ വീഡിയോന്റെ ലെങ്ത് കൂടും. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ ഹാർഡ് ഡിസ്ക് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഹാർഡ് ഡിസ്ക് നമുക്കൊരു 50 എണ്ണം ക്വാണ്ടിറ്റി കൊടുക്കാം. റേറ്റ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റേറ്റഡ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അടുത്തത് കീബോർഡ്, എല്ലാം ഞാൻ 50 ആണ് ക്വാണ്ടിറ്റി കൊടുക്കുന്നത്. മോണിറ്റർ ക്വാണ്ടിറ്റി 50, മദർ ബോർഡ് ക്വാണ്ടിറ്റി 50, മൗസ് ക്വാണ്ടിറ്റി 50, പ്രോസസർ ക്വാണ്ടിറ്റി 50. ഇപ്പൊ എല്ലാ റോ മെറ്റീരിയൽസും നമ്മളിവിടെ ക്വാണ്ടിറ്റി എല്ലാം കൊടുത്തു. എല്ലാം 50 ആണ് ക്വാണ്ടിറ്റി കൊടുത്തിട്ടുള്ളത്. റേറ്റഡ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പർച്ചേസ് സേവ് കൊടുക്കാം. മൊത്തം എമൗണ്ട് ഇവിടെ കാണാം. 6,67,500 ആണ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സേവ് കൊടുക്കാം. ഇപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യാം. അപ്പൊ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഐറ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ മെനു ബാറിൽ നിന്ന് ഐറ്റംസ് ആൻഡ് സർവീസസ് ആണ് എടുക്കുന്നത്. നമ്മൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന അതേ ഓപ്ഷൻ തന്നെയാണ്. ഐറ്റംസ് ആൻഡ് സർവീസസ് സെലക്ട് ചെയ്യാം. അതിന് താഴെ നമുക്ക് ഐറ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഐറ്റം സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ന്യൂ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടൈപ്പ് ആണ് ചോദിക്കുക. അപ്പൊ ഏതൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോഴും ടൈപ്പ് ചോദിക്കാറുണ്ട്. സാധാരണ ഒരു സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ഇൻവെന്ററി പാർട്ട് ആണ് കൊടുക്കുക. മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈപ്പ് നമ്മളിവിടെ ഇൻവെന്ററി അസംബ്ലി വേണം സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഐറ്റത്തിന്റെ നെയിം ചോദിക്കുന്നുണ്ട്. നമുക്കിവിടെ കമ്പ്യൂട്ടർ ആണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ എന്നുള്ളത് നെയിം കൊടുത്തിട്ടുണ്ട്. ദെൻ യൂണിറ്റ്, നമ്പേഴ്സ് എന്നുള്ള യൂണിറ്റ് ഞാൻ ഓൾറെഡി ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്പേഴ്സ് കൊടുത്തു. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് ഇൻകം അക്കൗണ്ട് കൊടുക്കാനുണ്ട്. ഇൻകം അക്കൗണ്ട് നമ്മളിവിടെ കൊടുക്കാറ് സെയിൽ അക്കൗണ്ട് ആണ്. ഇൻകം അക്കൗണ്ട് കൊടുത്തു. താഴെ നമുക്ക് ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കാണാം. അപ്പൊ ടാലിയിലാണെങ്കിലും അതുപോലെ തന്നെ പീച്ചിട്രിയിലാണെങ്കിലും ഏതൊരു സോഫ്റ്റ്വെയറിലാണെങ്കിലും നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ ബിൽ ഓഫ് മെറ്റീരിയൽ സെറ്റ് ചെയ്യാറുണ്ട്. അതായത് ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട്, ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് എത്രത്തോളം റോ മെറ്റീരിയൽസ് നമ്മൾ കൺസ്യൂം ചെയ്തു, അതാണ് ഈ ബിൽ ഓഫ് മെറ്റീരിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ ഓരോ റോ മെറ്റീരിയൽസും എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മൾ യൂസ് ചെയ്തത് അത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ ഐറ്റം എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ റോ മെറ്റീരിയൽസ് ഒക്കെ വരും. അപ്പൊ ഹാർഡ് ഡിസ്ക് ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹാർഡ് ഡിസ്ക് ഒക്കെ വരെ ക്വാണ്ടിറ്റി ഒന്നാണ്. അപ്പൊ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ എല്ലാ റോ മെറ്റീരിയൽസും ഓരോന്ന് വെച്ചിട്ടാണ് വരിക. അപ്പൊ ചില ഐറ്റത്തിനനുസരിച്ചിട്ട് റോ മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പൊ ചില റോ മെറ്റീരിയൽസ് 2 എണ്ണം 3 എണ്ണം ഒക്കെ യൂസ് ചെയ്യുന്നത് വരും. അപ്പൊ ഇവിടെ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് ഓരോ റോ മെറ്റീരിയൽസും ഓരോന്ന് വെച്ചിട്ടാണ് വരിക. അപ്പൊ ഞാൻ ഫസ്റ്റ് ഹാർഡ് ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കീബോർഡ് 1, ആ ഓട്ടോമാറ്റിക്കലി 1 വന്നിട്ട് ക്വാണ്ടിറ്റി മാറുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മാറ്റി കൊടുക്കാം. ഇനി അടുത്ത നമ്മൾ കൊടുക്കുന്നത് മോണിറ്റർ ആണ്. മോണിറ്റർ 1 വന്നിട്ടുണ്ട്. മദർ ബോർഡ്, മൗസ്, പ്രോസസർ. അപ്പൊ ഇത്രയും നമ്മളിവിടെ റോ മെറ്റീരിയൽസ് ഓരോന്നായിട്ട് കൊടുത്തു. അപ്പൊ അതിന്റെ റേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരും.
ക്വാണ്ടിറ്റി ഒക്കെ ഓരോന്ന് തന്നെ വന്നിട്ടുണ്ട്. എമൗണ്ട് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഇവിടെ ബിൽ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 13,350 അത് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇവിടെ സെയിൽസ് പ്രൈസ് എന്നുള്ള ഒരു കോളം കാണാം. അതായത് ഈ ഐറ്റം മാനുഫാക്ചറിങ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് സെയിൽ ചെയ്യുന്നത് എത്ര എമൗണ്ടിനാണോ, എത്ര രൂപക്കാണോ ആ റേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള കോളാണ് സെയിൽസ് പ്രൈസ്. അത് ഇവിടെ കൊടുക്കാൻ നമുക്ക് ഒരിക്കലും ഓക്കെ കൊടുക്കാൻ പറ്റില്ല, സേവ് ആവില്ല. കണ്ടോ? അപ്പൊ ഇവിടെ അത് കൊടുക്കണം. അപ്പൊ എത്ര എമൗണ്ടിനാണ് നമ്മളിത് ഈ സാധനം സെയിൽ ചെയ്യുന്നത് ആ റേറ്റ് കൊടുക്കും. അപ്പൊ ഞാനിവിടെ 20,000 ആണ് അതിന്റെ റേറ്റ് ആയിട്ട്, അത് കമ്പ്യൂട്ടറിന്റെ റേറ്റ് ആയിട്ട് 20,000 ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം. ഇപ്പൊ ഇതിവിടെ സേവ് ആയി. ഇനി നമുക്ക് മാനുഫാക്ചറിങ് ആണ് അടുത്തത് ചെയ്യാനുള്ളത്. മാനുഫാക്ചറിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. ഈ ഒരു വിൻഡോയിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. താഴെ നമുക്ക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെടുത്തു കഴിഞ്ഞാല് ഇതില് ബിൽഡ് അസംബ്ലീസ് എന്ന് കാണാം. മാനുഫാക്ചറിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ബിൽഡ് അസംബ്ലീസ്. ഇനി ഇങ്ങനെയല്ല നമ്മൾ എടുക്കുന്നത് എങ്കിൽ ഇവിടെ വെൻഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ അതിൽ ഇൻവെന്ററി ആക്ടിവിറ്റീസ് ഉണ്ട്, അതിലുണ്ടായിരിക്കും ബിൽഡ് അസംബ്ലീസ്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്ത് അതേ വിൻഡോ തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റീസ് എടുക്കുക, അതില് ബിൽഡ് അസംബ്ലീസ് എടുക്കുക. അപ്പൊ അതിൽ അസംബ്ലി ഐറ്റം ചോദിക്കും. നമ്മളിവിടെ കമ്പ്യൂട്ടർ ആണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ കൊടുത്തു. അപ്പൊ കമ്പ്യൂട്ടർ ഇവിടെ സെലക്ട് ചെയ്തപ്പോ തന്നെ ഇവിടെ ഓരോ റോ മെറ്റീരിയൽസും വന്നിട്ടുണ്ട്, അതിന്റെ ടൈപ്പ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി, യൂണിറ്റ് വന്നിട്ടുണ്ട്. കമ്പനിയിൽ എത്ര ക്വാണ്ടിറ്റി ആണോ ഉള്ളത് ആ ക്വാണ്ടിറ്റിയുടെ കൗണ്ടും ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കമ്പ്യൂട്ടർ എത്ര എണ്ണാണോ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ആ ഒരു യൂണിറ്റ് നമ്മളിവിടെ കൊടുക്കണം. അത് താഴെ നമുക്ക് കാണാം ക്വാണ്ടിറ്റി ടു ബിൽഡ്, എത്ര എണ്ണാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ ക്വാണ്ടിറ്റി കൊടുക്കും. ഞാൻ ഇവിടെ 20 കമ്പ്യൂട്ടർ ആണ് മാനുഫാക്ചറിങ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പൊ 20 എന്നുള്ളത് കൊടുത്തു. 20 ഇവിടെ കൊടുത്തപ്പോ തന്നെ ക്വാണ്ടിറ്റി നീഡിട്ട് കാണാം. എല്ലാ റോ മെറ്റീരിയൽസിന്റെയും ക്വാണ്ടിറ്റി 20 എന്ന് വന്നിട്ടുണ്ട്. അതായത് ഓരോ റോ മെറ്റീരിയൽസും 20 എണ്ണാണ് ഇവിടെ എന്തായിട്ടുള്ളത്, യൂസ് ആയിട്ടുള്ളത്. നമ്മൾ ഓരോ റോ മെറ്റീരിയൽസും ഒരു കമ്പ്യൂട്ടറിന് 1 എന്നാണ് ക്വാണ്ടിറ്റി കൊടുക്കുന്നത്. പെർ ഐറ്റം ക്വാണ്ടിറ്റിയിൽ 1 ആണ് എടുക്കുന്നത്. അപ്പൊ 20 കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ ഓരോ റോ മെറ്റീരിയൽസും 20 എന്നുള്ളത് ക്വാണ്ടിറ്റി നീഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി മെമ്മോ, നരേഷൻ എന്താണോ നരേഷൻ ആണ് ഇവിടെ കൊടുക്കാനുള്ളത്. ഞാനിവിടെ അസംബ്ലി എന്നാണ് നരേഷൻ ആയിട്ട് കൊടുക്കുന്നത്. അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിംഗ് എന്നാണ് അസംബ്ലി എന്നുള്ളത് കൊടുത്തു. ദെൻ ബിൽഡ് ആൻഡ് ന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അതില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു ട്രാൻസാക്ഷൻ സേവ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്യൂബിയില് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. അപ്പൊ ഡേറ്റ് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ എന്നാണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ആ ഡേറ്റ് മുകളിൽ പറയുന്നുണ്ട്. അതുപോലെ റെഫറൻസ് നമ്പർ കൊടുക്കാനുണ്ടെങ്കിൽ ആ നമ്പറും ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ റിപ്പോർട്ട് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് റിപ്പോർട്ട്സ് എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്യാം. പിന്നെ പർച്ചേസിന്റെ റിപ്പോർട്ട് മാത്രമായിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ പർച്ചേസ് എടുക്കുക. അതില് പർച്ചേസ് ഐറ്റം ഡീറ്റെയിൽ ഉണ്ട്, അതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്ത റോ മെറ്റീരിയൽസിന്റെ ലിസ്റ്റ് ഇവിടെ വരും. ഇപ്പൊ ഓരോ റോ മെറ്റീരിയൽസ്, അതിന്റെ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. 6,67,500 ആണ് ടോട്ടൽ എമൗണ്ട്. അത് നമുക്ക് കാണിക്കാം. ഇനി മാനുഫാക്ചറിങ്ങിന്റെ ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ റിപ്പോർട്ട്സിൽ തന്നെ ഇൻവെന്ററി ഓപ്പൺ ചെയ്യുക. അതില് ഇൻവെന്ററി വാല്യുവേഷൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ മെറ്റീരിയൽസ് ആണ് കാണിക്കുക. ഇവിടെ ഹാർഡ് ഡിസ്ക് വന്നിട്ടുണ്ട്, അതിൽ ബില്ല് കാണാം 50 എണ്ണം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാണാം ബിൽഡ് അസംബ്ലി, അത് 1 എന്ന് കാണുന്നുണ്ട്, -20 എന്ന് കാണുന്നുണ്ട്. കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അതിൽ നിന്ന് 20 എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ -20 എന്ന് കാണിക്കുന്നത്. ബാക്കി ഇനിയുള്ള ക്വാണ്ടിറ്റി ആണ് 30 എണ്ണം. അതുപോലെ ഓരോ റോ മെറ്റീരിയൽസിന്റെയും പർച്ചേസിന്റെതും കാണാൻ പറ്റും. ബിൽഡ് അസംബ്ലി നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റി അത് മൈനസ് ആയിട്ടാണ് കാണിക്കുക. ഇനി ഏറ്റവും താഴെ നമുക്ക് അസംബ്ലി എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം, അതിലുണ്ടാവും ബിൽഡ് അസംബ്ലി, ഡേറ്റ് ഇവിടെ കാണാം. കമ്പ്യൂട്ടർ ആണ് ഐറ്റം, 20 എണ്ണാണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത്. എമൗണ്ടും അവിടെ കാണാൻ പറ്റും. 2,67,000 ആണ് നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് 20 കമ്പ്യൂട്ടർ ഉണ്ടാക്കാനായിട്ട് മൊത്തം എമൗണ്ട് 6,67,000. അത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുള്ള എക്സ്പെൻസ് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ റിപ്പോർട്ടിൽ കാണിക്കുക. അപ്പൊ മാനുഫാക്ചറിങ് എങ്ങനെ ചെയ്യാന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ക്യൂബിലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.